പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കോടീശ്വരനായ ഒരു മകന്റെയും ഉമ്മയുടെയും കഥയാണ്. കോടീശ്വരനായ മകൻ ഉമ്മയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാറുണ്ട്. എന്താവശ്യം പറഞ്ഞാലും അത് നിറവേറ്റി കൊടുക്കും. എന്നാലും ഉമ്മ പലപ്പോഴും പറയാറുണ്ട്, ഉമ്മയുടെ കടം ഒരു മക്കൾക്ക് വീട്ടാൻ ഈ ലോകത്ത് പറ്റില്ല. ഇത് കേട്ട് മകൻ ചോദിച്ചു, ഉമ്മ എന്താണ് ഈ പറയുന്നത്? ഉമ്മ എന്ത് ചോദിച്ചിട്ട് എന്ത് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ നിരസിച്ചിട്ടുള്ളത്? എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിത്തന്നിട്ടില്ലേ? ഓന് ശരി തന്നെയാണ്. എങ്കിലും ഉമ്മയുടെ കടം ഈ ജീവിതത്തിൽ ഒരാൾക്കും നികത്താനാവില്ല, തീർക്കാനാവില്ല. അങ്ങനത്തെയാണ് കടമാണ് ഉമ്മയും മക്കളും ഉള്ളത്. എന്നാൽ ഇതൊന്ന് അറിയണമെന്ന് കരുതി ഈ ധനികനായ മകൻ ഉമ്മയുടെ അടുത്തുകൂടി. ഉമ്മ അതൊന്ന് പറയും, എന്താണ് ഇത്രയും വലിയ ഒരു കടം വീട്ടാൻ പറ്റാത്ത ഒരു കാര്യം ഉമ്മ ഒന്ന് പറയുമെന്ന് പറഞ്ഞു. ഉമ്മ മകനോട് പറഞ്ഞു, മോനെ, നീ ഒരു ദിവസം ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് നീ ഒന്ന് വരൂ. ഒരു ദിവസം ഉമ്മയുടെ കൂടെ ഒരു രാത്രി നീ അന്തി ഉറങ്ങ്. എന്നിട്ട് ഞാൻ നിന്നോട് പറയാം കാര്യങ്ങൾ. ഇത്രയുള്ള കാര്യം, അതിനെന്താ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി ഉമ്മ കിടക്കുന്ന കിടപ്പുമുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു. ഉമ്മയുടെ അടുത്ത് തന്നെ കിടക്ക ഇട്ട് കൊടുത്തു. അവൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉമ്മ മകനോട് പറഞ്ഞു, മകനെ, ഉമ്മാക്ക് വല്ലാത്ത ദാഹമുണ്ട്, നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ എന്ന്. വെള്ളം കൊണ്ടുവന്ന് ഉമ്മാക്ക് കൊടുത്തു. പകുതി വെള്ളം ഉമ്മ കുടിച്ചു, പകുതി വെള്ളം കിടക്കയിൽ തട്ടിപ്പോയി. തട്ടിപ്പടഞ്ഞ് മകൻ എണീറ്റു. അയ്യോ ഉമ്മ, വെള്ളമായല്ലോ കിടക്കയിൽ, എന്ത് ചെയ്യാനാ മോനെ, സാരമില്ല എന്ന് പറഞ്ഞ് അല്പം അസത്യത്തോടുകൂടി മകൻ അവിടെ കിടന്നു. സാരമില്ല. ഒരല്പം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഉമ്മ പറഞ്ഞു മകനോട്, മോനെ, വല്ലാതെ ദാഹിക്കുന്നു, നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. പറഞ്ഞ പോലെ തന്നെ വെള്ളം കൊണ്ടുവന്നു, കുടിച്ചു, പകുതി ആ കിടക്കയിൽ ഒഴിച്ചു. തട്ടിപ്പോയി. മകന് ഒരല്പം ചുണ്ടി വന്നു തുടങ്ങി. സാരമില്ല മോനെ, ഉമ്മക്ക് കൈ തട്ടിപ്പോയതാണ്, നീ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു വീണ്ടും കിടന്നുറങ്ങി. മൂന്നാമതും ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. എന്നാൽ ഉമ്മയുടെ ദാഹം നല്ല വെള്ളം തീർക്കാമെന്ന് കരുതി ഒരു വലിയ ഗ്ലാസും കപ്പിലുമായി ഉമ്മക്ക് വെള്ളം കൊണ്ടുകൊടുത്തു. ഉമ്മ പതിവ് പോലെ അതും കുടിച്ചു. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പകുതി വെള്ളം വീണ്ടും ഈ കിടക്കയിൽ ഒഴിച്ചു. ഇത് കണ്ട അവൻ ക്ഷുഭിതനായി